കഴിഞ്ഞിട്ടില്ല. ഇഷ്ടമില്ലാത്ത ടീച്ചർ, ഇഷ്ടമില്ലാത്ത വിഷയമാണ്. കേൾക്കാണ്ടിരിക്കണം. പെരി ഓപ്പറേറ്റീവ് ആരാ ചോദിച്ചത്? ഗാഥ. പെരി ഓപ്പറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ആവുന്നത് വരെയുള്ള കാലയളവ്. Good morning, everyone. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Good morning. Good morning. Good morning. Good morning. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. Yes. Yes, ma'am. Okay. അപ്പൊ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഏതാ കംപ്ലീറ്റ് ചെയ്തേ? Adverb. ആഡ്വർബ്. ആഡ്ജക്റ്റീവ് എടുത്താണോ? No, ma'am. No. വെർബും ആഡ്വർബും കഴിഞ്ഞോ അല്ലേ? Yes, ma'am. Yes. ആർക്ക് അറിയില്ല. കിട്ടിയിട്ടുണ്ടോ? അറിയില്ല. അറിയില്ല. പൈസന്റെ പ്രശ്നം പോലെ. പൈസന്റെ പ്രശ്നം പോലെ. Please mute yourself. ആൾക്കാർ ഇഷ്ടം പോലെ സഹായിച്ചിട്ട് പൈസ ഉണ്ട്. ഓക്കെ, അപ്പൊ ആഡ്വർബ് എന്താണ്? എന്താ പഠിച്ചത് നമ്മള്? ആഡ്വർബ് എന്താണ്? വാട്ട് ഈസ് ആഡ്വർബ്? അറിയൂ? Can anyone say that?
What is? It is used for modify a verb. Yeah, modifies verb. അല്ലേ? Verb. ഓക്കെ. അപ്പൊ അഡ്ജക്റ്റീവ് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് modifies or describes a noun or pronoun. Okay. Adverb വെർബിനെ മോഡിഫൈ ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് എന്താ? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ ആയിരിക്കും Noun. Pronoun. modify ചെയ്യുക. Okay. Adjective is a word that modifies or describes a noun or pronoun. Okay, clear? Yes, ma'am. Yes. ഇവിടെ നോട്ട്സിൽ തന്നതുപോലെ ഒരുപാട് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് നമുക്ക് അത്ര യൂസ്ഫുൾ അല്ല. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. പക്ഷെ ഞാൻ നോട്ട് ഓൾറെഡി ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങളിത് സെൽഫായിട്ടൊന്ന് നോക്കുക. പറഞ്ഞു പോണോ? ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണോ? ഇതിനൊന്നും കറക്റ്റ് ഒന്നും ആവശ്യമില്ല ശരിക്കും. അഡ്ജക്റ്റീവ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാലും മതി. നിങ്ങള് അതിന്റെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നോട്ട് കിട്ടുമ്പോ നോക്കിക്കോളോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോണോ ഇപ്പോ? മാം ജസ്റ്റ് പറഞ്ഞു പോ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടാതെ വന്നാലും. ഓക്കെ. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു അല്ലേ? അപ്പോ എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ മീര ഈസ് എ സ്മാർട്ട് ഗേൾ അല്ലേ? ഇവിടെ ഏതാണ് നൗൺ? ഏതാണ്? മീര. മീരയാണ്. അപ്പൊ മീരയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെ? എന്ത് പറഞ്ഞു? സ്മാർട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ സ്മാർട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. ഹി മാരിഡ് ആൻ അമേരിക്കൻ വുമൺ അല്ലെ? ഇവിടെ എന്താണ്? ആ വുമണിനെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു അല്ലെ? എന്താണ്? അമേരിക്കൻ വുമൺ ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ അമേരിക്കൻ യൂസ് ചെയ്തപ്പോൾ എന്താ? അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. It can be used to describe the qualities of someone or something. Okay, എന്തിനെ വേണമെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു തിങ് ആവാം, ഒരു അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം. ഓക്കെ. സെന്റൻസിൽ നൗൺ ഏതാണോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. ഇവിടെ ബോട്ട് ആണ് നൗൺ എന്ന് പറയുന്നത് അല്ലെ? അതൊരു തിങ് ആണ്. സോ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എന്താ? പ്ലാസ്റ്റിക് എന്ന് യൂസ് ചെയ്തു. അതാണ് ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്താണെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am, clear. Yes. Okay, next ഏതാ? ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. നോക്കൂ, ഫസ്റ്റ് നോക്കൂ. പ്രോപ്പർ അഡ്ജക്റ്റീവ്. പ്രോപ്പർ അഡ്ജക്റ്റീവ് അല്ല, നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചിരുന്നല്ലേ ഇതിക്ക് മുൻപ് അല്ലെ? നൗൺ പഠിച്ചപ്പോൾ നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചിരുന്നു അല്ലെ? അതിന്റെ സെയിം യൂസേജ് ആണ് ഇവിടെയും വരിക. ഇവിടെ എന്താ? പ്രോപ്പർ നൗൺ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗൺ അല്ലേ? അപ്പൊ അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്തായിരിക്കും? ഇന്ത്യൻ ആയിരിക്കും. ആണോ? അതാണ് അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് വരാം. ഓക്കെ. ഇപ്പോ എക്സാമ്പിൾ നോക്കിയേ. ഷേക്സ്പിയർ. ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. കാരണം ഒരാളുടെ പേരാണ് അല്ലെ? അതിൽ നിന്ന് നമുക്ക് എന്താ? ഷേക്സ്പീരിയൻ എടുക്കാം. ഷേക്സ്പീരിയൻ എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. അമേരിക്ക എന്ന് പറയുന്നതും അതൊരു നൗൺ ആണ്, ഒരു പ്രോപ്പർ നൗൺ ആണ്. സോ അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്തായിരിക്കും? അമേരിക്കൻ എന്നായിരിക്കും. ക്ലിയർ ആണോ? Do you have any doubts? ആക്റ്റീവ് അല്ലേ ആയാലും ക്ലാസ്സില്? എന്താ ഒന്നും വേണ്ട, അത് ഞാൻ പറയാ. ഇന്ററാക്ട് ചെയ്ത് പോകാം. പറയൂ. ക്ലിയർ ആണ്? അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയാം. എല്ലാവർക്കും ക്ലിയർ ആണ്? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച നൗൺ പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ച. പ്രോപ്പർ നൗൺ പഠിച്ചു അല്ലെ? ഡിസ്ക്രിപ്റ്റീവ് നൗൺ പഠിച്ചാണ്, ക്വാണ്ടിറ്റേറ്റീവ് നൗൺ പഠിച്ചാണ്. അതേപോലെ തന്നെയാണ് അതിന്റെയാണ് ഇപ്പോ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെയാണ് അടുത്തത് നോക്കിയേ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് നൗൺ പഠിച്ചതാണോ? പഠിച്ചല്ലേ? ഡിസ്ക്രിപ്റ്റീവ് പ്രോണൗൺ പഠിച്ചല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരാ. ഡിസ്ക്രിപ്റ്റീവ് നോക്കിയേ ടോം tried to climb the tall tree അല്ലെ? ടോം tried to climb the tree എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്താണ് ഇവിടെ ട്രീനെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തു. എന്ത് പറഞ്ഞു? ടോൾ എന്ന് യൂസ് ചെയ്തു അല്ലെ? ആ ട്രീനെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തു. അതാണ് ടോൾ. അപ്പൊ എന്താണ് ടോൾ എന്ന് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. ഇറ്റലി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. ഇവിടെ കൺട്രി എന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതിയായിരുന്നു അല്ലെ? ഇറ്റലി ഈസ് എ കൺട്രി എന്ന് പറഞ്ഞാലും മതി. പക്ഷെ എന്താണ് അവിടെ വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ? അപ്പൊ അതെന്താണ്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കൺട്രി എന്ന നൗണിനെ അതായത് ഇറ്റലി എന്ന നൗണിനെ എന്താ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല? എല്ലാം ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതിപ്പോ സെന്റൻസിൽ അങ്ങനെ വന്നാൽ എല്ലാം അഡ്ജക്റ്റീവ് തന്നെയാണ്. അതിനെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ അത് ടൈപ്സ് ആയിട്ട് തിരിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളിപ്പോ ഈ സെന്റൻസ് നോക്കിയേ, ടോം tried to climb the tall tree. നിങ്ങൾക്ക് ഈ സെന്റൻസ് കാണുമ്പോൾ ഇതിന്റെ ഏതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇതിലെ നൗൺ ഏതാണ്? ട്രീ എന്നുള്ളത് അല്ല, സോറി, ട്രീ ടോം ആണ് എന്നുള്ളത് ട്രീ അല്ലേ നൗൺ? ടോം നൗൺ അല്ലേ? ടോം നൗൺ ആണോ? ടോം സബ്ജക്റ്റ് അല്ലേ? നൗൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല. അപ്പൊ ടോം ഒരു പേഴ്സൺ അല്ല. പക്ഷെ സെന്റൻസിൽ വെച്ച് നോക്കുമ്പോ അത് സബ്ജക്റ്റ് അല്ലേ? ഇപ്പൊ നോക്കിയേ, റോഹൻ is clever student. ഇപ്പൊ റോഹൻ എന്ന് പറയുന്നത് ഇപ്പൊ നൗൺ ആണെന്ന് വെക്കുക. സ്റ്റുഡന്റ് എന്ന് പറയുന്നതോ? ഇതിപ്പോ ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോ നിങ്ങൾക്ക് ഡൗട്ട് കൂടെ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കിയേ, അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്താ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന പേര്. കറക്റ്റ് ആണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല. ഇത് പഠിക്കേണ്ടയും ആവശ്യമില്ല സത്യത്തില്. അഡ്ജക്റ്റീവ് എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാരണം ഈ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരെയുള്ളൂ. നിങ്ങൾ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഞാൻ ഓൾറെഡി ചെയ്ത നോട്ടാണിത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാറ്റം വരുത്തായിരുന്നു. ഓക്കെ. ഇത് എക്സാമിന് ചോദിക്കുവോ മിസ്? എക്സാമിന് ചോദിക്കില്ല. കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഇത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ വരുന്ന ടൈമില് ഞാൻ ഉണ്ടാക്കിയ നോട്ടായിരുന്നു. അപ്പൊ പിന്നീടാണ് പറഞ്ഞത് ഇത്രയും എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാന്ന്. ഓക്കെ. പിന്നെ ഈ നോട്ട് മാറ്റാൻ പറ്റിയില്ല. അതാണ് സത്യം. ഓക്കെ. അപ്പൊ ജസ്റ്റ് അഡ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കുറച്ച് എക്സാമ്പിൾ തരുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ ആഡ്വേർബ് നമ്മൾ എങ്ങനെയാ പഠിച്ചേ? സിമ്പിൾ ആയിട്ടല്ലേ പഠിച്ചേ? ആഡ്വേർബ് എല്ലാവരും ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി ആഡ്വേർബില്? ആഡ്വേർബ് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അത് തന്നെയാണ് അഡ്ജക്റ്റീവ് വരാം. ഓക്കെ. എക്സാമ്പിൾ എഴുതും. ടോപ്പിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം.
ഒരു അഡ്ജക്റ്റീവ് നിങ്ങൾ സ്വയം എഴുതിയേ, മനസ്സിലായത് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതിയേ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ മോഡിഫൈ ചെയ്യുന്നു. വെർബ് എന്ന് പറയുമ്പോൾ അത് ക്രിയയെ മോഡിഫൈ ചെയ്യുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ പറയാം, ഒരു തിങ്കിനെ മോഡിഫൈ ചെയ്ത് പറയാം. ഇതൊക്കെയാണ് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും എഴുതൂ. എഴുതിയോ? കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയാം. ഒന്ന് പറയട്ടെ മാം, ശരിയാണോന്ന് അറിയില്ല. പറയൂ. ഷീല ഈസ് വെരി ഇന്റലിജന്റ്. പറയൂ. ഷീല ഈസ് വെരി ഇന്റലിജന്റ്. കറക്റ്റ് ആണോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നെക്സ്റ്റ് അതിൽ എക്സാമ്പിൾ പറയൂ. വരുൺ ഈസ് എ ജെന്റിൽമാൻ. പറയാം. സാം ഈസ് എ ഗുഡ് ബോയ്. പറയാം. ഓക്കെ, നെക്സ്റ്റ്. ടീന ഈസ് എ ലവ്ലി ഗേൾ. കറക്റ്റ് ആണ്. ഷീ ഈസ് ഡാൻസിങ് വെരി വെൽ. അത് ഏതായിരിക്കും? ഷീ ഈസ് ഡാൻസിങ് വെരി വെൽ. പറയൂ. പറയൂ. ഷീ ഈസ് ഡാൻസിങ് വെരി വെൽ. അത് അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ? ഷീ ഈസ് ഡാൻസിങ് വെരി വെൽ. ആഡ്വർബ് അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്? അത് ആഡ്വർബ് അല്ലേ? കാരണം എന്താണ്, അവർ ക്രിയയെ മോഡിഫൈ ചെയ്തു. ഡാൻസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് അല്ലേ? ഷീസ് എ ഗുഡ് ഗേൾ എന്നാ പറയണെങ്കിലോ? ആഡ്വർബ്. ഷീസ് എ ഗുഡ് ഗേളോ? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ ഇപ്പോ? ഡാൻസിന്റെ അകത്ത് നൗണോ പ്രോനൗണോ ഒന്നും പറയുന്നില്ല. രണ്ടാമത് പറഞ്ഞതിന്റെ അകത്ത് നൗണായിട്ട് ഗേള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഷീസ് എ ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയുമ്പോഴോ? ക്രിയയെ മോഡിഫൈ ചെയ്യുന്നത് അഡ്വർബും ഒരു വ്യക്തിയെ മോഡിഫൈ ചെയ്യുന്നത് അഡ്ജക്റ്റീവും. സോ സിമ്പിൾ. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരുപാട് ആലോചിച്ച് ടെൻഷൻ ആകും. സിമ്പിൾ ആയിട്ട് വിചാരിക്കൂ. ഒരു സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്? പറയൂ. ആഡ്വർബ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു വ്യക്തിയാണ് അവിടെ മോഡിഫൈ ചെയ്യുന്നെങ്കിലോ? അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? I have a blue wallet എന്ന് പറയുമ്പോഴോ I have a blue wallet. ആ വാലറ്റിനെയാണ് നമ്മൾ എന്താ ഡിസ്ക്രൈബ് ചെയ്തത് ആണോ? ആരും ഒരു പ്രവൃത്തി ഒന്നും ചെയ്തില്ല, എനിക്കൊരു ബ്ലൂ വാലറ്റ് ഉണ്ടെന്നേ പറഞ്ഞോളൂ അല്ലേ? അപ്പൊ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ? ഇപ്പോ ഹീസ് എ ഫാസ്റ്റ് ഡ്രൈവർ എന്താ പറയാ? അതേതാ? ഹീസ് എ ഫാസ്റ്റ് ഡ്രൈവർ. അത് ആഡ്വർബ് വരുമോ? വരുമോ? പറയൂ. അതാണ് ഞാൻ ചോദിച്ചത്. ആഡ്വർബ് വരൂ. അതിനകത്ത് ഡ്രൈവിങ്ങിനെയാണോ പറയുന്നത്? ഡ്രൈവർ എന്നാ പറഞ്ഞത്. ഹി ഈസ് എ ഫാസ്റ്റ് ഡ്രൈവർ. ഫാസ്റ്റിനെയാണോ മാഡം? ഞാനീ പറഞ്ഞ സെന്റൻസ് മീനിങ് ഒന്ന് പറഞ്ഞല്ല. ഹി ഈസ് എ ഫാസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞേ. അവനൊരു അതെ, അവനൊരു ഫാസ്റ്റ് ഡ്രൈവർ ആണെന്നല്ല പറഞ്ഞേ. അപ്പൊ അത് ഏതായിരിക്കും?
അഡ്ജക്റ്റീവ്. ഓക്കെ. ഹി ഡ്രൈവ്സ് ഫാസ്റ്റ്ലി എന്ന് പറയണെങ്കിലോ അത് ആഡ്വർബ്. ആ adverb. മനസ്സിലായോ? സെന്റൻസിന്റെ മീനിങ് നോക്കുക. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ആ സമയം ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ്വേർബ് ആണ്. ക്ലിയർ? ഇനി ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ്വേർബും അഡ്ജക്റ്റീവിനും ഓരോ എക്സാമ്പിൾ വിധം എല്ലാവരും പറഞ്ഞേ. നിങ്ങൾ നോട്ടിൽ എഴുതാ, അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ എഴുതാ. നിങ്ങൾ സ്വയം എക്സാമ്പിൾ എഴുതൂ. മിസ് ഇത് മുന്നേ തന്ന നോട്ടിലുണ്ടായിരുന്നു ആഡ്വർബിന്റെ അഡ്ജക്റ്റീവ് ആഡ്വർബ് എന്ന് പറഞ്ഞിട്ട് ഹോണസ്റ്റ്, ഈസി, ബ്യൂട്ടിഫുൾ അതൊക്കെ അഡ്ജക്റ്റീവ്. പിന്നെ ആഡ്വർബ് വരുമ്പോ ഹോണസ്റ്റ്ലി, ഈസിലി, ബ്യൂട്ടിഫുള്ളി അതിന്റെ ഒക്കെ നോട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുണ്ടോ? അതില് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതില് ആഡ്വേർബും അഡ്ജക്റ്റീവ് ഞാൻ തന്നതല്ലേ അല്ലേ? അതെ അതെ അതെ. ആഡ്വേർബ് എന്ന് പറയുമ്പോൾ ഹോണസ്റ്റ്ലി എന്നൊക്കെ വരും. ആ സമയം അഡ്ജക്റ്റീവിൽ അത് ഓണസ്റ്റ് മാത്രമേ വരുള്ളൂ. കാരണം എന്താ? അതില് മറ്റേ he sings beautifully, I opened the jar easily, I wrote it carefully. അതൊക്കെ ആഡ്വേർബ് ആണ് അല്ലേ? അപ്പൊ അഡ്ജക്റ്റീവിന്റെ കുറച്ച് സെന്റൻസ് ഞാൻ തന്നിരുന്നില്ല, അതില് വേർഡ്സ് തന്നിരുന്നില്ല. അതിന് യൂസ് ചെയ്ത് കുറച്ചിട്ട് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു തന്നാല് അത് യൂസ് ചെയ്ത് പറയും എക്സാമ്പിൾസ്. She is beautiful. She is a beautiful girl. She is beautiful girl അത് അഡ്ജക്റ്റീവ് ആണ്. He is good. ഓക്കെ, അതാ പറഞ്ഞേ, അത് കറക്റ്റ് ആണ്. കമന്റ് ചെയ്ത് കറക്റ്റ് ആണേ. Yeah, she is beautiful girl. He is a honest. He is honest എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ? അഡ്ജക്റ്റീവ് ആണ് അല്ലേ? എഴുതിയോ എല്ലാവരും? റെസ്പോണ്ട് ചെയ്യൂ. Yes, ma'am. Shobha is a smart girl. അതേതാ പറയൂ. Adjective. Adjective അല്ലേ madam? വർഷണ കറക്റ്റ് ആണേ. പറയൂ തൊയ്വ് പറയൂ. അഡ്ജക്റ്റീവ് ആണ് അല്ലേ? യാ, അപ്പൊ ആഡ്വേർബിന് എക്സാമ്പിൾ പറയുന്നാല് അത് വെച്ചിട്ട് എക്സാമ്പിൾ പറയൂ. ഇപ്പോ തൊയ്വ് പറഞ്ഞ സെന്റൻസിൽ ഒരു എന്തെങ്കിലും വേർബ് ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് ആഡ്വേർബ് ആയിക്കോളൂ. ഒന്ന് പറഞ്ഞു നോക്കിയേ. Shobha is a തൊയ്വ് ചെയ്യുന്ന സോറി തൊയ്വ് പറഞ്ഞില്ല ഇപ്പോ അത് ആള് ചെയ്യുന്നതിൽ ഒരു പ്രവൃത്തി അവിടെ ആഡ് ചെയ്യൂ. Shobha is a dancing. പറയൂ പറയൂ. തെറ്റുണ്ടോ? പറഞ്ഞോളൂ. Shobha is dancing. She is a hard worker. Okay. പറയൂ, അതിലൊരു ആഡ്വേർബ് ചേർക്കൂ. എങ്ങനെയാ മലയാളം പറയൂ എന്നല്ല എന്റെ എന്താ ഉദ്ദേശിച്ച? മലയാളം പറയൂ. അനീറ്റ പറഞ്ഞത് ഷീ സ്പീക്കിംഗ് ഓണസ്റ്റ്ലി അത് ആഡ്വേർബ് ആണ്. ദെൻ ഷീ ഈസ് ഡ്രസ്സിംഗ് നൈസ്ലി. ഡ്രസ് ചെയ്യുക അതൊരു ക്രിയയല്ലേ? അനീറ്റ എന്നോട് നോക്കിയിട്ട് പറയൂ. പറയൂ. ബാക്കി ആരും തമ്മിണ്ടാത്ത ഏതെങ്കിലും അഡ്വേർബും അഡ്ജക്റ്റീവും കൺഫ്യൂഷൻ ആയെങ്കിൽ അത് പറയൂ. He is good singer. He is a good singer. He is singing very well. Yeah, he is a good singer. അവിടെ ഏ ചേർക്കണം. ഓക്കെ, he is a good singer. കറക്റ്റ് ആണ്. അഹമ്മദ് ആണോ പറഞ്ഞു? കറക്റ്റ് ആണ്. നെക്സ്റ്റ് പറയൂ.
ആരാ? he's a nice boy. അവിടെ ഏ ചേർക്കോ? he's a nice boy adjective ആണ്. he's nicely dressing. No, he's dressing nicely. അങ്ങനെ വരാം. Okay, he's dressing nicely. He swims well. Adverb, he's a good swimmer. Yeah, he's a good swimmer. Okay, correct ആണ്. മാഡം ഇതില് ഇത് ഡാൻസ് ശോഭ ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് വരുമ്പോ ശോഭ ഈസ് എ ഡാൻസർ അങ്ങനെ പറ്റുമോ ആഡ്വർബില്? ശോഭ ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഷീസ് ഡാൻസിങ് വെരി വെൽ എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. ഓക്കെ, ഷീ സ്റ്റഡിങ് വെൽ, ഷീ സ്പീക്ക് ഓണസ്റ്റ്ലി, ഷീ സ്പീക്ക് ബ്യൂട്ടിഫുള്ളി. കാരണം സ്പീക്ക് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒരു വെർബാണ് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? അവള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാ പറയുന്നത് അല്ലെ? അവള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അഡ്വർബ് ആണ്. അതേസമയം അവള് നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇപ്പൊ തൊയ്ബ നല്ല പേര് ആണോ? അതെ. അപ്പൊ തൊയ്ബ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാല്, ഇപ്പൊ തൊയ്ബ എന്താ പാട്ട് പാടുന്നതായിരിക്കും. പാട്ട് പാടുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അതെന്താ? അത് അഡ്ജക്റ്റീവ് ആണ്, അഡ്വർബ് ആണ്. സോറി, പാട്ട് പാടുന്നത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അഡ്വർബ് ആണ്. അതേസമയം തൊയ്ബ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നതെങ്കിൽ അതെന്താ? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? Yeah. She's an intelligent student, adjective ആണ്. She's study very well, adverb ആണ്. Correct ആണ്. രമ്യ correct ആണ്. Tajmal is a aesthetic monument. Yeah, correct ആണ്. അത് ഏതാണെന്ന് പറയോ? അത് adjective ആണ്, adverb ആണ്. Tajmal is aesthetic monument. പറയൂ. He's an honest man. He speaks honestly. Correct. She spoke softly. She's beautiful. She's speaking beautifully എന്ന് പറയണം കേട്ടോ. അഡ്വർബ് പറയുമ്പോ ബ്യൂട്ടിഫുള്ളി, നൈസ്ലി, അതൊക്കെ ലാസ്റ്റാ വരാം, സെന്റൻസിൽ ലാസ്റ്റാ വരാം. ഹി സ്പീക്കിംഗ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ അതാണ് കറക്റ്റ്ലി അഡ്വർബ് എന്ന് പറയാം. സെന്റൻസ് കറക്റ്റ് ആവണം അങ്ങനെ പറഞ്ഞാല്. വേറെ ആരെങ്കിലും? എല്ലാവരും പറയുന്നുണ്ടോ? എക്സാമ്പിള് ടോമേസ് ഫോട്ടോഗ്രാഫർ, ഈ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അതെന്താണ്? ടോമിനെ കുറച്ചുകൂടെ ഇത് പറയൂ. ടോമീസെ എന്തെങ്കിലും ഒരു അഡ്ജക്റ്റീവ് അവിടെ കൊടുക്കണം. ഓക്കെ, ടോമീസെ എന്താ? സ്മാർട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഓക്കെ, കറക്റ്റ് ആണ്. അത് ശരി, അഡ്ജക്റ്റീവ് ആണ്, കറക്റ്റ് ആണ്. ഹിരണ്യ കറക്റ്റ് ആണേ. അപ്പൊ എല്ലാവർക്കും അഡ്ജക്റ്റീവ് മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? അന്നു ജോമോൻ ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, ക്ലിയർ ആയി. എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലിയർ. ഗുഡ് ബോയ്, കറക്റ്റ് ആണേ. അനിറ്റ കറക്റ്റ് ആണേ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ക്ലിയർ ആയോ? പറയൂ. Is it clear or any doubt? Answer me. പറയൂ, clear or do you have any doubts about this topic? Should I ask it large? Yeah, large. Okay. Clear ആണോ? Okay, clear. Moving on to next. നമ്മളെന്താ ആഡ്വർബില് സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവും പഠിച്ചിരുന്നോ? അല്ലെങ്കിൽ മറന്നുപോയോ എല്ലാവരും? ഇത് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അഡ്ജക്റ്റീവിലും കമ്പാരിറ്റീവ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ഉണ്ട്. ഓക്കെ, കുറച്ച് നമ്മൾ ടേബിൾ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് തന്നിരുന്നില്ലേ? അത് തന്നെയാണ് ഇതിലും ഉള്ളത്. ഓക്കെ, ആഡ്വർബ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് പറഞ്ഞിരുന്നില്ലേ? നോട്ട് തന്നിരുന്നില്ലേ നമുക്ക്? ഫാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞേ. ആ സെയിം വേർഡ്സ് തന്നെ ആയിരിക്കും എന്താ അഡ്ജക്റ്റീവിൽ വരാം. പക്ഷെ അഡ്ജക്റ്റീവ് എന്തോ പറഞ്ഞിരുന്നു. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ.
പറഞ്ഞു അത് സെയിം യൂസേജ് തന്നെയാ ഇവിടെ വരാം. ഓക്കെ, ആ സെയിം വേർഡ്സ് തന്നെയാ ഇപ്പോ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റിലും കമ്പാരറ്റീവ് അഡ്ജക്റ്റിലും വരിക. പക്ഷെ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനായിരിക്കും? നൗണിനെ ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ യെസ് മാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ ചെയ്യൂ എല്ലാവരും. ഇതേപോലെ എക്സാമ്പിൾ പറയൂ. ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റിന് എക്സാമ്പിൾ പറയൂ. ഒരു നൗണിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ചെയ്തൊരു എക്സാമ്പിൾ എല്ലാവരും പറയൂ. പറയാമോ? ഒരാള് പറയൂ. നമ്മൾ ആഡ്വേർബിൽ പഠിച്ചില്ലേ? അതൊരു ക്രിയയാണ് നമ്മൾ എന്താ മോഡിഫൈ ചെയ്തേ. അപ്പൊ ഇവിടെ എന്താണ്, ഒരു വ്യക്തി എന്തിലും മോഡിഫൈ ചെയ്തിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് പറയുന്നു. ഐ മീൻ എന്താണ്, ഷീസ് ബ്യൂട്ടിഫുൾ ദാൻ മീ, ഷീസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാൻ മീ എന്ന് പറയാം. അതെന്താണ്? ഷീസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദാൻ മീ എന്ന് പറയുമ്പോൾ എന്താണ്? പറയൂ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലാറ്റീവ്. സോറി, മോർ ബ്യൂട്ടിഫുൾ. ക്ലിയർ ആണ്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതേ. അപ്പോ ഷീസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ എന്ന് പറയുമ്പോഴോ? കമ്പാരിറ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം എന്താണ്, അവളെയാണ് അവിടെ മോഡിഫൈ ചെയ്തത് അല്ലെ. അവൾ സുന്ദരിയാണ്, ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എന്താണ്, അഡ്ജക്റ്റീവ് ആണ്, കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ ഒന്ന് എക്സാമ്പിൾ എഴുതും എല്ലാവരും. എഴുതില്ലെങ്കിലും എഴുതി വെച്ചിട്ട് പറഞ്ഞാലും മതി. എന്നോട് പറയൂ, അതിനൊന്ന് കമന്റ് ചെയ്യാം. ഷീസ് എ ബെസ്റ്റ് ടീച്ചർ. നോ, അത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആകോ? കമ്പയർ ചെയ്യൂ, കമ്പയർ ചെയ്യൂ. ആരെങ്കിലും? Pen is better than pencil. Yeah, correct. Correct ആണ്. Pen is better than pencil. Basketball is bigger than volleyball. Yeah, correct ആണ്. Next one. പറയൂ. Raju is taller than Ramu. She is taller than her brother. Yeah, correct ആണ്. ഈ എല്ലാ എക്സാമ്പിൾ എല്ലാവരും വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, കമ്പാരിറ്റീവ് ഒബ്ജക്റ്റീവ് ഉള്ള എക്സാമ്പിൾസ് ആണ്. എഴുതിയെടുത്തോളൂ. രാജു ഈസ് taller than രാമു. പിന്നെന്താ പറഞ്ഞ എക്സാമ്പിള്? എഴുതൂ എല്ലാവരും. America is more beautiful than Italy. Yeah, clear. Correct ആണ്. The car is bigger than the bus. Correct ആണ്. America is എന്ത് പറഞ്ഞേ? സോറി. Next example പറയൂ. Varsha. Varsha, can you hear me? Are you there? Varsha Sinai. Yes. Example പറയൂ. My house is larger than hers. Correct ആണ്. Lakshmi correct ആണ്. വർഷ, ഒരു എക്സാമ്പിൾ പറയൂ കമ്പാരിറ്റീവ് ഒബ്ജക്റ്റീവിന്. രാമു ഈസ് taller than രാജു. ഇല്ല, അത് ഇവിടെ ഒരാള് പറഞ്ഞതാ. അത് വേറെ പറയൂ. She is working more than me. She is working more than me. She's പറയാം. Okay.
നെക്സ്റ്റ് ആരാ പറയാ? അനു. അനുജമ്മ. Yes, ma'am. യാ, പറയൂ, ഒരു എക്സാമ്പിൾ പറയൂ. The car is bigger than the bus. അതിവിടെ പറഞ്ഞല്ലേ, വേറെ പറയൂ. ഇല്ല മിസ്, ഞാൻ തന്നെയായിരുന്നു അത് പറഞ്ഞിരുന്നത്. സോറി, ഞാൻ പേര് നോക്കിയില്ല, സോറി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ആരാ പറയാ? അഞ്ജു. അജീഷ്. Either my brother is older than me. ഹരിത ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. അഞ്ജു കേൾക്കുന്നുണ്ടോ? No response. Okay. Anyone? അപ്പോ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് മനസ്സിലായോ? He is smarter than his sister. Yeah, correct ആണ്. Arun is more intelligent than his friends. Yeah, My clear. hair is shorter than my sister. എന്തോ? My hair is shorter than my sister. My hair is Hair. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് മനസ്സിലായോ എല്ലാവർക്കും? എക്സാമ്പിൾസ് എല്ലാവരും എഴുതിയില്ലേ? ഇപ്പൊ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസ് എഴുതിയെടുത്തോ? എഴുതിയോ? ടേബിൾ ഈസ് ബിഗർ ദാൻ ചെയർ. യാ, ചെയറിന്റെ സ്പെല്ലിംഗ് തെറ്റാണേ. ഓക്കെ, രമ്യ കറക്റ്റ് ആണ്. ചെയറിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കൂ. My sister is beautiful more than me. My sister more beautiful than me. Okay, വർഷ അങ്ങനെയാ വരാം. My sister more beautiful than me. എല്ലാവരും എക്സാമ്പിൾ എഴുതിയെടുത്തോ? Answer me. എഴുതിയെടുത്തു. എഴുതിയെടുത്തല്ലോ. യെസ്. ഇനി എക്സാമ്പിൾ വേണോ? വേണ്ട. ഓക്കെ, ക്ലിയർ. അടുത്തത് ഏതാണ്? സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പൊ അതെങ്ങനെ വരും? എഴുതൂ, ഇതേപോലെ പറയൂ. ഓരോരുത്തർ എക്സാമ്പിൾ പറയൂ. നിങ്ങൾ സ്വയം പറഞ്ഞാലേ പഠിക്കുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവും. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്. ഇപ്പൊ ഇവിടെ മോർ ബ്യൂട്ടിഫുൾ യൂസ് ചെയ്തപ്പോൾ സൂപ്പർലേറ്റീവ് എന്താ വരാ? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അത് യൂസ് ചെയ്തിട്ട് എക്സാമ്പിൾ എഴുതും. പറയൂ. She is the most talented person. She is the most talented person എന്ന് പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ബിക്കോസ് there is using എന്താ? most talented. Okay. വർഷ, my country is most beautiful. My country is most beautiful. എന്റെ country. Okay, clear ആണ്. Varun is more interesting than his brother. അശ്വതി പറഞ്ഞത് അത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണേ. ഞാൻ ചോദിച്ചത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. Okay, tell me your answers. To comment or you can speak. Manju is most stylish. Okay, Hiranya correct ആണ്. Manju is most intelligent class sister. Yeah, correct ആണ്. He is the most intelligent student in the class. Yeah, correct. My car is most beautiful. Correct ആണ്. He is the shortest
of all the students. Yeah, correct ആണ്. Then India is most what country? Most in the country? Most beautiful country. Okay, he is the oldest. He is the oldest man. Yeah, correct. The faster runner is okay. Sam is the fastest runner in Korea. My house is most beautiful. Yeah, clear. Ashwini is most common name in my class. Yeah, correct. അത് വളരെയധികം correct ആണ്. Okay. Next. My chain is the latest fashion. Yeah. Correct. Then my friend and I spoke for the longest time in year. My friend and my friend and I എന്ന് പറയുമ്പോൾ okay. My mother is the most beautiful woman in the world. Yeah, correct ആണ്. Okay, then എല്ലാം വായിക്കാൻ Ashwini. My mother is okay. Sheila married highest person. Then Sheila married the highest person. The highest person വരെ. Next. Okay, അപ്പൊ സൂപ്പർലേറ്റീവ് ക്ലിയർ ആയോ എല്ലാവർക്കും? എന്താണ് സൂപ്പർലേറ്റീവ്? Nile is the longest river. Yeah, correct ആണ്. അപ്പൊ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവും കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവും എക്സാമ്പിൾസ് എല്ലാം എഴുതിയോ? My girl is most beautiful girl. Oh, okay. He got a best actor award. He got best actor award. എന്താ അങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്, എന്താണ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്, എന്താണ്? ഇത് മൂന്ന് ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. പറയൂ. എന്നെ ആരും ആക്റ്റീവ് അല്ല. ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് പറ്റില്ല അവർക്കും? പറയൂ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും എക്സാമ്പിൾ പറയണോ? ഞാൻ എന്തെങ്കിലും പറയണോ? ക്ലിയർ ആണ്. എക്സാമ്പിൾ ക്ലിയർ ആണ്. അപ്പൊ എല്ലാവരും എന്താണ് സെന്റൻസ് മേക്ക് ചെയ്യാൻ പഠിച്ചോ എല്ലാവരും? യെസ് മാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. എനിക്ക് എന്നാലേ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കണ്ടേ? യെസ് ക്ലിയർ. ഓക്കെ, ഓക്കെ. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് എല്ലാവരും. Okay, can anyone read the question? First one? Anyone? Can you read the first question? Anyone can. പറയൂ, റീഡ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? ഒരാള്. വർഷ. Identify the action verb. Okay, answer. Action. This is my baby.
The identified action verb. ഇതിൽ ഏതാണ് ആക്ഷൻ വേർബ്? പറയൂ, ആൻസർ പറയൂ. We We need eat coffee. healthy food. We eat healthy foods. അല്ലേ? എന്താ പറഞ്ഞ വർഷം? എന്താ പറഞ്ഞേ? We eat healthy foods. ഓക്കെ, എല്ലാവരും എന്താ പറയുന്നേ? ഐഡന്റിഫൈ ദ ആക്ഷൻ വേർബ്. ആൻസർ ഏതാ? സി. യാ, സി ആണ്. വി ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. ഈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വി ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. സെക്കൻഡ് വൺ ആരാ? അശ്വിൻ. അശ്വിൻ, can you hear me? No. ഹിരണ്യ. വിളിക്കുന്നവര് വായിക്കില്ല. ആരെങ്കിലും ഒന്ന് വായിക്കുവോ? Tomorrow I am going to buy new shoes. Okay, okay. Tomorrow I am going to buy new shoes. ഏതാണ്? ഏത് adverb ആണത്? Verb of time. പറയൂ, എല്ലാവരും പറയൂ. കമന്റ് ചെയ്യ്, എന്തെങ്കിലും പറയൂ. വേഗം ആൻസർ ചെയ്യൂ. D. adverb of time D. Yeah, adverb of time ആണ്. കാരണം because there is using tomorrow, അല്ലേ? Tomorrow. എന്നതുകൊണ്ട് അതെന്താണ്? adverb of time ആണ്. Okay, next question. Please handle the equipment carefully. Manner. Manner. ബാക്കി എല്ലാവരും പറയൂ. രണ്ടുപേരെ ആൻസർ ചെയ്തോളൂ. എല്ലാവരും ആൻസർ ചെയ്യൂ. Manner. Manner. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, മാനർ ആണ്. കാരണം എന്താ? കെയർഫുള്ളി. കെയർഫുള്ളി എന്ന് പറയുന്നത് മാനറിലാണ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫാദർ സ്മോക്സ് ഒക്കേഷണലി. Manner. Time ആണ്. My father smokes occasionally. ആൻസർ ഏതാ? Time ആണോ? അറിയില്ല. Occasionally. Occasionally എന്തിലാ വരാ? Frequency ലെവലാ? Frequency ആണോ? ഫ്രീക്വൻസി ആണ്. Occasionally, usually ഇതൊക്കെ പറയുന്നത് എന്താ? ഫ്രീക്വൻസി അല്ലേ? ആൻസർ ഈസ് ഫ്രീക്വൻസി. എന്തോ എഴുതിയെടുക്കണ്ട. സ്ക്രീനിൽ വരുന്ന ഒന്നും നിങ്ങൾ എഴുതിയെടുക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം എഴുതിയെടുത്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിക്ക് കിട്ടും. ഫിഫ്ത് വൺ, ഐ ആം സോ എക്സൈറ്റഡ് ടു സീ യു അഗൈൻ. എന്താ വരാ? Time. Time. D. ടൈം ആണ്. Then ഡിഗ്രി ആണ്. പറയൂ, ആൻസർ പറയൂ. I'm so excited. Read it carefully before answering. Okay. Read it carefully, the question. I'm so excited to see you again. Question ഒന്ന് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് ആൻസർ ചെയ്തേ. I'm so excited to see you. കുറച്ചൊരു ആൻസർ പറഞ്ഞു. ഡിഗ്രി ആണോ മിസ്? ഡിഗ്രി ആണ്. കാരണം എന്താ? എക്സൈറ്റഡ്
എക്സൈറ്റഡ് എല്ലാം വന്ന ഡിഗ്രി അല്ല. കാരണം എന്താ? സോ വന്നു. യാ നസീറ, യാ കറക്റ്റ് ആണ്. സോ വന്നു അവിടെ. ഐ ആം സോ എക്സൈറ്റഡ് ടു സീ യു അഗെയിൻ. സോ വന്നത് കൊണ്ട് എന്താണ് അത്? ഡിഗ്രി ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡോഗ് ഈസ് റണ്ണിങ് ഫാസ്റ്റ്. The dog is running fast. എന്താ വരാ? മാനർ. The dog is running fast. നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കൂ. ഫാസ്റ്റ് എന്ന് പറയുമ്പോ എന്തിലാ വരിക? മാനർ. 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 ഉറപ്പല്ലേ? ഫാസ്റ്റ്ലി, ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോ മാനർ അല്ലേ? ഉറപ്പാണ്. ഉറപ്പല്ലേ എല്ലാവർക്കും? Are you sure? The dog is running fast. ഈ ഓപ്ഷൻ സി മാനർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മാനർ ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ആൻസർ ഈസ് എന്താ വരാ? കറക്റ്റ്. ഇത്രയും ആലോചിക്കാനുണ്ടോ? ഒരിക്കലും കറക്റ്റ്ലി അവിടെ വരില്ല. ഓക്കെ, ദിസ് ആൻസർ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാ കറക്റ്റ് ആണ്, എ ആണ്. Next question. Sam and Jimmy are dash married. Happily. Happily married. Yeah, happily married ആണ്. Okay, happily married. Sam and Jimmy are happily married. This is a dash decision. Wise. Wise decision. Yeah, this is a wise decision. Correct ആണ്. Okay, correct ആണ്. Wise decision. Okay. Then you need to invest your money dash. Wisely. Wisely. Yeah. Wisely ആണ്. You need to invest your money wisely. Yeah, correct answer ആണ്. Next. Who can run dash than Simi? Simi ആണ്, sim അല്ല, Simi. എന്താ വരാ അവിടെ? Who can run dash than Simi? Faster. Faster. Faster than. Yeah, faster than. Correct ആണ്. Who can run faster than Simi? Next. He handled the egg dash than his sister. More. More carefully. Yeah, more carefully. Yeah, correct ആണ്. More carefully. Next question. Tom ate dash at lunch time. പറയൂ. Tom ate dash at lunch time. അവിടെ ക്വിക്ലി എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റില്. അപ്പൊ ക്വിക്ലി അവിടെ എന്താണ് യൂസ് ചെയ്യും? പറയൂ. അത് ഏത് സെന്റൻസ് ആണ്? Adverb അല്ലേ മാം? ആഡ്വേർബ് ആണ്. അത് ഏത് ആഡ്വേർബ് ആണ്? കമ്പാരിറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ? Most quickly. പറയൂ. ആ സെന്റൻസ് ഏതാണെന്ന് പറയൂ ആദ്യം. More. That Tom ate more quickly at lunchtime. Yeah, superlative ആണ്. So
മോസ്റ്റ് ക്വിക്ലി ആണ് വരാം. ഓക്കെ, കമ്പയറിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് സൂപ്പർലേറ്റീവ് ആണ്. മോർ ക്വിക്ലി അല്ല, മോസ്റ്റ് ക്വിക്ലി, ബിക്കോസ് സൂപ്പർലേറ്റീവ് അഡ്വേർബ് ആണ്. എന്താണ് മോസ്റ്റ് ക്വിക്ലി ആണ് വരാം. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഡാഷ് ദാൻ മൈ സിസ്റ്റർ. വെരി വെല്ലാണോ? വെരി വെല്ലാണോ എനിക്ക് ചോദിക്കാമല്ലോ. വെരി വെല്ലാണോ? എന്താ വരാ? വെല്ലിന്റെ കമ്പാരിറ്റീവ് ഏതാ? മോസ്റ്റ് വെല്ലോ, ബെറ്റർ, More ബെറ്റർ, മോർ വെല്ലോ, ബെറ്റർ, വെരി വെൽ. വെരി വെൽ. വെരി വെൽ. എനിക്കും അതാ പറയുള്ളൂ, വെരി വെൽ. പഠിച്ച് ഇത്രയും. വെല്ലിന്റെ കമ്പാരിറ്റീവ് എന്താ പറയൂ? വെരിയോ? മിസ് ബെറ്റർ അല്ലേ? ബെറ്റർ, ബെറ്റർ അല്ലേ? ബെറ്റർ ആണോ? അപ്പൊ സൂപ്പർലേറ്റീവ് എന്താ? വെല്ല്, റിലേറ്റീവ് ബെസ്റ്റ്. ബെസ്റ്റ്. വെല്ല്, ബെറ്റർ, ബെസ്റ്റ്, വെരി വെല്ല്. എന്തൊക്കെയാ യൂസ് ചെയ്യണേ? വെരി വെല്ല്. അപ്പൊ എന്റെ ആൻസർ എന്താ വരാ? പറയൂ. I read better Better than than my my sister. I read better than my sister. വെല്ലെന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റില്. അപ്പൊ സെന്റൻസ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് സൂപ്പർലേറ്റീവ് ആണോ കമ്പാരിറ്റീവ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ആ വെല്ലിനെ എന്താ, അത് ഏത് സെന്റൻസ് ആണോ നോക്കിയിട്ട് അതിനെ കമ്പാരിറ്റീവിലേക്കും സൂപ്പർലേറ്റീവിലേക്കും മാറ്റാം. ഓക്കെ, ക്ലിയർ ആയോ? Okay, ma'am. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വേഗം നോക്ക്. സാം ഈസ് ദ ഡാഷ് പേഴ്സൺ ഓൺ ദ ക്രിക്കറ്റ് ടീം. Strongest. Strongest ആണ്. Strongest person on the cricket team. Sam is the strongest person in the cricket team. Okay, clear? അന്നു ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങളുടെ ആൻസർ പറയാൻ വേണ്ടി മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അജിത് ഈസ് ഡാഷ് ദാൻ അഖിൽ. എന്താ വരാ? Taller than. Taller than. ഓക്കെ, ഈ സെന്റൻസ് ഏതാണ്? Comparative. Comparative. കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് ഏതാണ്? Super. Adverb. Comparative adjective. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ? ആണോ? Yes, ma'am. Yes, ma'am. Comparative. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അവിടെ ടോളർ ആവില്ല. നെക്സ്റ്റ് പറയൂ. മാംഗോസ് ആർ ഡാഷ് ദാൻ ഓറഞ്ചസ്. പറയൂ. Sweetest. സ്വീറ്റർ ദാൻ സ്വീറ്റസ്റ്റ്. അത് സ്വീറ്റസ്റ്റ് അല്ല, സ്വീറ്റർ ആണ്. Sweeter than orange. Sweeter than oranges. Correct. Next one. Winter is the dash season. Coldest season. Coldest. Winter is the coldest ആണ്. Winter is the coldest season. First. One. Tom can run dash than Tina. Faster than. Than Tina. Faster than Tina. Next, the elephant is dash than the mouse. Biggest. Bigger. Bigger than. Bigger than. Bigger than. Okay, clear? മനസ്സിലായോ അപ്പോ? എല്ലാം ക്ലിയർ ആയോ? Adverb, adjective, clear. നമ്മുടെ വെർബ് എന്താണെന്ന് കഴിഞ്ഞു, adverb കഴിഞ്ഞു, adjective കഴിഞ്ഞു. ഇത് മൂന്നും ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, ma'am. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല ma'am. റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ മാം. ഇതുവരെയുള്ള ക്ലിയർ ആയിരുന്നു.
ഇതുവരെ ക്ലിയർ ആണ്? ക്ലാസ് എങ്ങനെയുണ്ട്? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഉണ്ട് മാം. കുറെയൊക്കെ ഇല്ല, മനസ്സിലാവുന്നുണ്ട്. ടൈം പോകുന്ന അറിയുന്നില്ല ഇപ്പം. ടൈം പോകുന്നറിയില്ല. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം, ടൈമായി. അപ്പോ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവേ, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ, ഇത്രയും ടോപ്പിക് ബേസ് ചെയ്തിട്ട്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.